മന്ത്രി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ബഹുമാനായ മന്ത്രി ഇടപെടുകയും അങ്ങ് പതിവിൽ നിന്ന് വിപരീതമായി അത് അനുവദിക്കുകയും ആ വരുന്നതാരാ? KG മാർക്കോസ് അല്ലേ? ബിലാലുക്ക. പുള്ളിക്ക് ഇത്രയും താടിയില്ലായിരുന്നല്ലോ. അവിടെ നിന്ന് ഇറങ്ങിയപ്പം ക്ലീൻ ഷേവായിരുന്നു. നടന്നു തുടങ്ങിയപ്പോൾ വളർന്നേരിക്കും. ഓ, ഇങ്ങനെ അങ്ങനെ അദ്ദേഹം ബഹുമാനായ ഫിഷറീസ് മന്ത്രിക്ക് എന്തോ ഇക്കാര്യത്തിൽ മറുപടി പറയാൻ അല്പം കഴിവുകേടുണ്ട് എന്ന് തോന്നിക്കത്തക്ക രീതിയിലുള്ള ഒരിടപെടൽ. കസേരക്ക് ചിലപ്പോ നാടിലുണ്ടാവും. നടുവും തുറന്ന് അടുത്ത പ്രാവശ്യം ഞാൻ ഇരിക്കേണ്ടി വരും. പക്ഷെ ചുമക്കാൻ ഈ തെണ്ടികൾ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ദയവായിട്ട് അങ്ങ് അത് പറയണ്ടായി. അങ്ങ് വളരെ പ്രധാനപ്പെട്ട ആളാണ്. അത് പാടില്ലല്ലോ. മറ്റൊരു മന്ത്രിക്ക് കഴിവുകേടുണ്ട് എന്ന് അങ്ങേപ്പോലെ ഒരാള് സഭയിൽ പാടില്ലാത്തൊരു കാര്യം നടന്നു. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. അത് വിട്ടുകള. അദ്ദേഹത്തിന് തന്നെയാണ് മനസ്സിലായി. ബഹുമാന്യനായ ഫിഷറീസ് മന്ത്രിക്ക് കഴിവുകേടുണ്ട് എന്ന് കാണിക്കത്തക്ക രീതിയിൽ ഇടപെട്ടു എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ശരിയല്ലോ. അങ്ങേക്ക് പ്രൊസീഡ് ചെയ്യാം. സർ, ഞാൻ ആരെയും അവമാനിച്ചില്ല. അപമാനിക്കാൻ ശ്രമിച്ചത് നിങ്ങളാണ്. ഒരു മന്ത്രി മറുപടി പറയുമ്പോൾ മറ്റൊരു മന്ത്രി എഴുന്നേറ്റിട്ട് ഈ പറയുന്ന മന്ത്രിക്ക് കഴിവില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതാണ് അങ്ങേയറ്റത്തെ അപരാധം. അതാണ് ഇവിടെ ഉണ്ടായത്. അത് പാടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അത് പാടുണ്ടോ? മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഈ അടിയന്തര പ്രമേയം വന്ന ഘട്ടങ്ങളിലെല്ലാം പല സന്ദർഭങ്ങളിൽ പല മന്ത്രിമാരും മറുപടി കൊടുക്കുന്ന അവസരത്തിൽ പാർലമെന്ററി കാര്യമന്ത്രി, ലോ മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ അതിനിടയിൽ ഇടപെട്ട് സംസാരിച്ചതിന്റെ റെക്കോർഡ് ഈ സഭയിലുണ്ട്. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. ഇവിടെ ശ്രീ സജി ചെറിയാൻ ഇത് അവതരിപ്പിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി അദ്ദേഹത്തിനോട് വഴങ്ങുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വഴങ്ങിയില്ല. ആ ഒരു കാര്യമാണ് മന്ത്രി, ബഹുമാനപ്പെട്ട ഫിഷറീസ് മന്ത്രി സംസാരിക്കുന്നതിനിടയിൽ മറ്റൊരു വിഷയമാണ് ശ്രദ്ധയിൽ പഴയ ഒരു കാര്യം ആണ് അദ്ദേഹം പറഞ്ഞത്. ഫിഷറീസ് വകുപ്പ് മന്ത്രി മറുപടി വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിന്റെ കാര്യം വളരെ വൃത്തിയായിട്ട് പറഞ്ഞു. അത് ഒരിക്കലും അങ്ങയെ പോലുള്ള ഒരാൾ ആ ഫിഷറീസ് മന്ത്രിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ അങ്ങ് ഇവിടെ ഈ സഭയിൽ നടത്തിയ പരാമർശം അങ്ങ് പിൻവലിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അറിഞ്ഞില്ല, ഞാൻ പോട്ടാ. ഞാനും വരുന്നു. ഹലോ സാറന്മാരെ നമസ്കാരം. ഒന്ന് പോടാ. ധൈര്യം ഉണ്ടെങ്കിൽ അടിച്ചിട്ട് പോടാ പട്ടികളെ.